കൊണ്ടൊരു കറിയാണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ ഹാൻഡി. എൻ്റെ ഫ്രണ്ട് പറഞ്ഞു തന്ന റെസിപ്പിയാണിത്. ഇത് അധികം ആർക്കും അറിയത്തില്ലെന്ന് തോന്നുന്നു. ചിക്കൻ ഹാൻഡി ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ: ഇത് 1.5 കിലോ ചിക്കനാണ്. എല്ലോട് കൂടിയുള്ള ചിക്കനും എടുക്കുക, എല്ലില്ലാത്ത ചിക്കനും എടുക്കുക. ഇത് എനിക്ക് എല്ലോട് കൂടിയതാണ് ഞാൻ എടുക്കുന്നത്. 1.5 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്ത് 400 ഉണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: ഒരു 5 ഉള്ളി സവാള ചെറുതായി അരിഞ്ഞത്, 2 പച്ചമുളക്, ഒരു 2 തക്കാളി അരിഞ്ഞത്, 2 ടീസ്പൂൺ തൈര്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ചിട്ടുണ്ട്, ക്രീം, ലാസ്റ്റ് ചേർക്കാനായി മല്ലിയില, മസാലപ്പൊടികൾ: മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, കസൂരി മേത്തി, വെളിച്ചെണ്ണ, വെള്ളം. ഇത്രയാണ് ഈ കറിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ഇത് നമ്മുടെ ക്രീമി ചിക്കൻ്റെ പോലെ ഇരിക്കും ഏകദേശം, പക്ഷേ വ്യത്യാസമുണ്ട്. ഈ ചിക്കൻ്റെ പേര് ചിക്കൻ ഹാൻഡി ചിക്കൻ. ഇതിനി എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. അതിനായി ഒരു സ്റ്റവ് കത്തിച്ച് ഒരു പാൻ അടുപ്പിൽ വയ്ക്കുക. പാൻ ഒന്ന് ചൂടാകട്ടെ. പാത്രം ചൂടാകുമ്പോൾ നമുക്ക് ഏകദേശം 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. എണ്ണ ഒന്ന് ചൂടാകട്ടെ. എണ്ണ ചെറുതായി ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് സവാള ഇടാം. ഇതേ സമയം തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർക്കാം. ഇതെല്ലാം നമുക്ക് വഴറ്റിയ ശേഷം പേസ്റ്റായിട്ട് അരച്ചെടുക്കാനുള്ളതാണ്. അത് ഈ എണ്ണയിലൊന്ന് നോക്കട്ടെ. എല്ലാം കൂടെ ഒന്ന് എടുക്കട്ടെ. ഉള്ളിയൊക്കെ ചെറുതായി ഒന്ന് വഴലുമ്പോൾ നമുക്ക് തക്കാളിയും കൂടെ ചേർക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തു അടച്ചു വെച്ച് വഴറ്റാം. ഉള്ളി വഴഴുന്ന സമയം കൊണ്ട് നമുക്ക് മസാലപ്പൊടികൾ ഒരു ബൗളിലോട്ട് എടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇവിടെ പൊടിച്ച കുരുമുളകിൻ്റെ പൊടിയാണ്. പിന്നെ 1 ടീസ്പൂൺ നാടൻ മുളക് പൊടി, അതായത് എരിവുള്ള മുളക് പൊടി. ഇത്രയും ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അടപ്പം തുറന്ന് നോക്കാം. ഉള്ളിയൊക്കെ ചെറുതായി ഒന്ന് വാടിയിട്ടുണ്ട്. കുറച്ചും കൂടെ വെള്ളമാണുള്ളത്. നല്ലതുപോലെ വഴറ്റിയ ശേഷം നമുക്ക് മിക്സിയിൽ അടിച്ച് പേസ്റ്റാക്കി എടുക്കാം. എല്ലാം കൊണ്ടും കൂടെ വഴലട്ടെ. ഉള്ളിയെല്ലാം നല്ലതുപോലെ വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. തണുത്ത ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് പേസ്റ്റായിട്ട് അടിച്ചെടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഉള്ളി വഴറ്റിയത് തണുക്കുന്നതിനായി നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. തണുക്കട്ടെ, കുറച്ചുകൂടെ തണുക്കാനുണ്ട്. വീണ്ടും നമുക്ക് സ്റ്റവ് കത്തിക്കാം. അതേ പാത്രത്തിൽ കുറച്ച് ഓയിലുണ്ട്. ആ ഓയിലിൽ നമുക്ക് ഈ മസാലപ്പൊടികൾ
നന്നായിട്ടൊന്ന് വഴറ്റാം. ലോ ഫ്ലെയിമിൽ നമുക്ക് മസാലപ്പൊടി ഒന്ന് വഴറ്റാം. മസാലപ്പൊടി ചെറുതായി ഒന്ന് വഴലുമ്പോൾ നമുക്ക് ചിക്കൻ ചേർക്കാം. എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ആദ്യം നമ്മൾ 1 ടീസ്പൂൺ ഉള്ളിയിൽ ചേർത്തിരുന്നു. ഒരു 1/2 ടീസ്പൂണും കൂടി ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് വഴറ്റാം. ഈ ചിക്കൻ കറി വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം. എല്ലാം കൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം. വഴറ്റുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ഉള്ളിയെല്ലാം ഒന്ന് പേസ്റ്റായി അരച്ചെടുക്കാം. അതിനായി ഒരു മിക്സിയുടെ ജാറെടുത്ത് ഉള്ളിയെല്ലാം തണുത്തിട്ടുണ്ട് നമുക്കതിലേക്ക് ചേർക്കാം. ചിക്കൻ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വഴറ്റി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഈ സമയം നമുക്ക് മറ്റേ ഉള്ളി അരച്ച പേസ്റ്റും കൂടെ ചേർക്കാം. ഉള്ളി പേസ്റ്റ് എടുത്ത ശേഷം നമുക്കിതൊന്ന് ഉള്ളി പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. നല്ല ഫൈൻ പേസ്റ്റ് അരച്ചെടുത്തിട്ടുണ്ട്. ചിക്കനൊക്കെ ചെറുതായി ഒന്ന് വഴറ്റിട്ടുണ്ട്. ഈ സമയം നമുക്ക് അരച്ച് വെച്ച പേസ്റ്റും കൂടെ ചേർക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യും. ജാറ് കഴുകിയ വെള്ളവും കൂടെ ഒഴിക്കാം. എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാം മിക്സ് ചെയ്ത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ 20 മിനിറ്റ് നമുക്ക് വളരെ ചെറിയ ഫ്ലെയിമിൽ വേവിക്കാം. ഇടയ്ക്ക് നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം. ചിക്കനൊക്കെ ഒരുവിധം വേറായിട്ടുണ്ട്. ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങുന്നുണ്ട്. രണ്ട് ടീസ്പൂൺ തൈരും കൂടെ ചേർക്കാം. ലോ ഫ്ലെയിമിൽ ഇതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. വീണ്ടും നമുക്ക് അടച്ചു വയ്ക്കാം. നമുക്ക് പാത്രം ഒന്ന് തുറന്ന് ഒന്ന് ഇളക്കിയ ശേഷം നല്ലതുപോലെ പൊടിച്ച കസൂരി മേത്തി 1 ടേബിൾ സ്പൂൺ ചേർക്കാം. വീണ്ടും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം. അടപ്പൊന്ന് തുറന്ന് നോക്കാം. ചിക്കൻ ഹാൻഡി കറി റെഡി ആയിട്ടുണ്ട്. ഈ സമയം നമുക്ക് കുറച്ച് മല്ലിയില ചേർക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. തണുത്ത ശേഷം നമുക്ക് ക്രീം ചേർക്കാം. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ചിക്കൻ കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണും. ഇത് ചോറ്, ഫ്രൈഡ് റൈസ്, നെയ്ച്ചോറ് എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്.
നല്ല ഗ്രേവിയുള്ള കറിയാണിത്. ഇത് നമുക്കൊന്ന് തണുത്ത ശേഷം നമുക്ക് ഈ ക്രീമും കൂടെ ചേർക്കാം. ഒന്ന് ചേർക്കാം. ക്രീം ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്യാം. നമുക്കിനി ഒരു സാലഡ് ബൗളിലോട്ട് മാറ്റാം. പെട്ടെന്ന് തയ്യാറാക്കാം, പക്ഷെ നല്ല ടേസ്റ്റാണ്. ചിക്കൻ റെഡി ആയിട്ടുണ്ട്. മല്ലിയില നമുക്ക് മുകളിൽ വിതറാം. ഹാൻഡി ചിക്കൻ റെഡി ആയിട്ടുണ്ട്.